ഉണ്ണി മുകുന്ദനെ നായകനാക്കി രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദനും രഞ്ജിത്ത് ശങ്കറും കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ജയ് ഗണേഷ് എന്ന് പറയുന്നത്. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു മിന്നൽ മുരളി പോലുള്ള ഒരു സൂപ്പർ ഹീറോ മൂവി ഒന്നല്ല. ബട്ട് ഇതിൻ്റെ പ്ലോട്ട് കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്, കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ പ്ലോട്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഉണ്ണി മുകുന്ദൻ്റെ ഗണേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ആക്സിഡൻറ്റിൽ കാല് നഷ്ടപ്പെടുകയാണ്. തുടർന്ന് തൻ്റെ ജീവിതം മൊത്തം വീൽ ചെയറിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ എത്തിക്കലായിട്ടുള്ള ഹാക്കിങ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, കമ്പ്യൂട്ടറിൽ ഒരുപാട് പരിജ്ഞാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് വെച്ചുകൊണ്ട് തന്നെ അനീതിക്കെതിരെ പോരാടുകയാണ്. പല കേസുകളും സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, പല നല്ല കാര്യങ്ങൾ ഇതിലൂടെയൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ താൻ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ, താൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിക്ഷണൽ ക്യാരക്ടർ, ഒരു ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ബേസ് ചെയ്തൊരു കോമിക് ബുക്കും അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ തൻ്റെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ അതെങ്ങനെ തൻ്റെ സ്കില്ലുകളും കാര്യങ്ങളും തൻ്റെ ലിമിറ്റേഷൻസ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യുന്നു, തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ജയ് ഗണേഷ് എന്ന് പറഞ്ഞ മൂവി മുന്നോട്ട് പോകുന്നത്. പ്ലോട്ട് കാര്യങ്ങൾ കൊള്ളാമെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരുപാട് പോരായ്മകൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ കൊള്ളാവുന്ന തരത്തിലുള്ള ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സീൻ പോലും നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാൻ പാകത്തിലുള്ളത് ഒന്നും തന്നെ ഈ സിനിമ സമ്മാനിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു സിനിമയിൽ പോസിറ്റീവായിട്ട് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം കുഴപ്പമില്ല, ഓക്കെ എന്നുള്ള രീതിയിലാണ് പറയാനായിട്ടുള്ളത്. ഉണ്ണി മുകുന്ദനാണെന്നുണ്ടെങ്കിലും ആ ഒരു കാലിന് സ്വാധീനമില്ലാത്ത ആ ഒരു വേഷം കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയത്. എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് മറ്റ് അഭിനേതാക്കൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. മഹിമ നമ്പ്യാർ, ജോമോൾ, അശോകൻ, ഹരീഷ് പേരടി, രവീന്ദ്ര വിജയ്, നന്ദു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. നന്ദുവിൻ്റെ കുറച്ച് കോമഡികളൊക്കെ വർക്കൗട്ട് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സിനിമ ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ഹൈയോ ഒരു സംഭവങ്ങളോ ഒന്നും തന്നെ തരുന്നുണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു കോമിക് ബുക്ക് കാണിക്കുന്ന ഒരു സീൻസ് കാര്യങ്ങളിലുള്ള ആ കോമിക്സ് കാര്യങ്ങൾ, അതിൻ്റെ ചിത്രരചന പരിപാടികളായുള്ള കാർട്ടൂൺസ്, അതൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. അത് വേണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് പറയാം. അതിനൊക്കെ ഒരു നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തോന്നിയിരുന്നു. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കുഴപ്പമില്ലാത്ത രീതിയിൽ സിനിമേനെ സപ്പോർട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അല്ലാത്ത പക്ഷം എനിക്ക് വേറെ ഒന്നും ഈ ഒരു സിനിമയിൽ നന്നായിട്ടുണ്ട്, ഇത് സൂപ്പറായിരുന്നു അല്ലെങ്കിൽ ഇനി കിടിലനായിരുന്നു എന്ന് പറയത്തക്ക രീതിയിലൊന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ തന്നെ ഒട്ടും ഇമ്പ്രസീവ് ആക്കാത്തത് കൊണ്ട് തന്നെ അതിൽ വലിയൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നി. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് പിന്നെ നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാമെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോൾ വളരെ സ്ലോ പേസ് ആയിട്ടാണ് പോകുന്നത്. അതായത് ഉണ്ണിമുകുന്ദൻ്റെ ഈ ഗണേഷ് എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് ഈ ഒരു കേസ് സോൾവ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് അത് ഒരുപാട് കാണിക്കുന്നുണ്ട്. ബട്ട് നമുക്കത് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. നമുക്കത് എങ്ങനെയെങ്കിലും തീർന്നിരുന്നെങ്കിൽ എന്ന് ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിരുന്നു. നമുക്കറിയാതെ എവിടെ പോയിട്ട് അവസാനിക്കും, ഫുള്ളി പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് സിനിമ പോകുന്നത്. പക്ഷേ സ്ട്രഗിൾസ് കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രഗിൾസ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഉണ്ണിമുകുന്ദൻ ചെയ്യുന്ന ഈ ഒരു കഥാപാത്രം ആളുടെ കുറേ ഡിഫിക്കൽട്ടീസിലൂടെ കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കണക്റ്റ് ആവുന്നില്ല. ഇത്തരത്തിൽ കാര്യമില്ലാത്ത ഒരാൾ ഫേസ് ചെയ്യുന്ന പല പല അവഗണനകൾ, പലരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പുച്ഛമാനോഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്കതൊന്നും കണക്റ്റ് ആവും, നമുക്കത് ഒരു ഫീലിങ്സ് നമുക്ക് വരണ്ട. അത്തരത്തിലൊന്നും തോന്നാത്ത തരത്തിലാണ് ഇതിൽ പല കാര്യങ്ങളും പോകുന്നുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെയാണ്, മറ്റു പലർക്കും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്കിതൊന്നും കണക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ വൻ ഫ്ലാറ്റാണ് സിനിമ. ബട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി എനിക്ക് വളരെ ലാഗായിട്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു സിനിമ പോകുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് മിസ്റ്റേക്കുകൾ പല പല സീൻസിലായിട്ടുണ്ടായിരുന്നു. പല ഷോട്ടിൽ കാണിക്കുന്ന എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ പല സംഭവങ്ങൾ കാര്യങ്ങൾ അടുത്ത ഷോട്ടിലോട്ട് വരുമ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്, ഇതെല്ലാം നേരത്തെ കണ്ടെന്നുള്ള രീതിയിലുള്ള പല പല കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായ പോലെയൊക്കെ എനിക്ക് അവിടെ ഇവിടേക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും തന്നെ പറയാനായിട്ടില്ല. ഒരു നല്ല സിനിമ എന്നോ ഒരു ഗംഭീര സിനിമ എന്നോ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. അത് പലർക്കും പലതരത്തിലാണ്. ഞാൻ വൺ ടൈം വാച്ചബിൾ പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സിനിമ കണ്ടാലും കണ്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കോൺസെപ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തന്നെ ഡിഫിക്കൽട്ടീസിലും ഒരു സൂപ്പർ ഹീറോ ആവാനായിട്ടുള്ളൊരു ശ്രമങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലൂടെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആ ഒരു തോട്ട്, ആ ഒരു മോട്ടിവേഷൻ സ്റ്റിൽ ഇപ്പോഴും ഇങ്ങനെ ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്നവർക്ക് അവർക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സപ്പോസ് ഗണേഷിനത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് മാത്രമാണ് എനിക്ക് ഇതിൽ
എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.